السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الوارد قدر الذي من الجاه وعلى آله وصحبه وسلم تسليما بقدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولانا العظيم. അല്ലിൽ മുനൂറുല്ലാഹ്. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അള്ളാഹുടെ ഇൽമു, അതായത് ദീനിയ ഇൽമു, അള്ളാഹുടെ ಬೆಲ್ಚ ಅದು ಎತ್ತರ ಯಾರೈತೆ അങ്ങനെ ಬೆಲ್ಚ ಯಾರಾಯಂಟೀಕಡೆ ಬೆಲ್ಚ ಯಾರಜಂದಿ നല്ല കൽബ് പ്രകാശിക്കട്. കാരണം ഇൽമുകൾ എല്ലാവർക്കും വേണമായ പ്രധാന അഫ്ളത്വ അള്ളാഹുടെ ആരാധനയിൽ വെച്ച് ഏറ്റവും ത്വാത്തിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ളൽ ഭയങ്കര ഗ്രേറ്റസ്റ്റ് ഇൽമു പഠിക്കലും പഠിപ്പിക്കലും. അതുകൊണ്ട് ഇൽമിൻ്റെ മനുഷ്യന്മാർ ഉണ്ടാവണം. നമ്മൾ ചെന്നോ സുന്നത്ത് നിസ്കാര മനുഷ്യന്മാർ അള്ളാഹുമായിട്ട് നിക്കട്ടാവുകയുള്ളൂ. നല്ല അവസ്ഥയെ നിസ്കാര അതിനും അവങ്ങനെ മേലെ ഫർലില്ലാത്ത സുന്നത്ത് നിസ്കാരം കൊണ്ട് എന്താവണു അങ്ങ് അള്ളാഹുമായിട്ട് ഭയങ്കര മുട്ടാവിടാറ്. സുന്നത്ത് നിസ്കാരം എല്ലാം നിസ്കരിക്കുമ്പോൾ എല്ലാം നിസ്കരിക്കുന്ന പെണ്ണിൻ്റെ മേലും ആണ്ട മേലും അള്ളാഹുടെ ഓശാരമായ റഹ്മത്തും ന്യായമത്തും ബറക്കത്തെല്ലാം ചെറിഞ്ഞിട്ടേക്കട്. എന്തുകൊണ്ടു അങ്ങനെ മേലെ ഫർലില്ല, അങ്ങനെ മേലെ കഡായില്ല. ആയെങ്കിലും അള്ളാഹുനോട്ട് പൽക്കവരുടെ എന്നുള്ള ബോധത്തോടു കൂടി അങ്ങ് സുന്നത്ത് നിസ്കാരം ധാരാളം നിസ്കരിക്കിടാറ്. അതുകൊണ്ട് അങ്ങനെ മേലെ അള്ളാഹുടെ റഹ്മത്ത് ധാരാളം ചെറിഞ്ഞിട്ടിക്കട് ചെല്ലാറ്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഞങ്ങൾ സുന്നത്ത് നിസ്കാരം ഒരുപാടെല്ലാം കേട്ടല്ലേ. ഇന്ന് ഞങ്ങൾക്കെല്ലാം ഉദ്ദേശിക്കുന്നത് സുന്നത്ത് നിസ്കാരം മലക്കായിട്ട് നിസ്കരിക്കും. മല പറഞ്ഞല്ലേ ചില ടൈമിൽ മല. ഇപ്പോൾ ഈ കുരി ഭാരീ മല ಬಂತು. ಮಲ ಬರಾಂಟಿಕೊಡೋ ಕಾರಣ ಎಂದರು ಮಲ ಬರಾಂಟಿಕೊಡೋ ಕಾರಣ ಮನುಷ್ಯന്മാർ ದಾನ ಧರ್ಮ ಕೊರಡಿ ಹಾಕ್ಯಾರಂಟಿದೆ. ದಾನ ಧರ್ಮ ಹಾಕೋಣ ಮನುಷ್ಯന്മാർ ಕೊರಡಿ ಹಾಕಿದೆ. ഇവിടെ നോക്കി അന്യായമായിട്ടുണ്ട്. അന്യായത്തിന് ന്യായമില്ലേ, അന്യായമാക്കുന്ന മനുഷ്യന്മാർ ദഗൽബാജി ഹാജിയോ കയ്യിൽ മുനക്കുമോ സാക്ഷാൽ ദഗൽബാജി. പിന്നെ ദോശ തൊക്കും ഗുണ്ടങ്ങ ദോശ അള്ളാഹ് മനുഷ്യന്മാർ കണ്ണത്തെ പാടിത്തെങ്കിൽ മനുഷ്യന്മാരുടെ ശുഭകര വിളിക്കിടാറ്. മനുഷ്യന്മാർ കണ്ണത്തെ പാടിത്തെങ്കിൽ ദോശാക്കുന്ന മനുഷ്യന്മാർ കാണാം. എത്രയോ മനുഷ്യന്മാരെ കാണാം. മനുഷ്യന്മാർ നടുവിൽ പൊട്ടിച്ചിരിക്കില്ല. അങ്ങനെ സെൽഫിന്നപ്പോൾ അങ്ങ് ചിരിക്കട് പൊട്ടിച്ചിരി അടക്കം ಎಲ್ಲ തപ്പുകാക്കോ തെല്ലും ചങ്കിയില്ല. തപ്പുകാക്കോ ചങ്കിയില്ല ಅಂತ ಪಾರ್ಟಿ അവിടെ കാല. അങ്ങനെയുള്ള കാലം ആയിത്തെങ്കിൽ ഇവിടെ ഒട്ടാരെ മനുഷ്യന്മാർക്ക് ക്ഷാമമുണ്ട്. മനുഷ്യന്മാർ മലയില്ലാണ്ട് അവിടെ മനുഷ്യന്മാർ ദോഷ ಯಾರಾയതുകൊണ്ടു മനുഷ്യന്മാർ പാപ്പിക ಯಾರಾയതുകൊണ്ടു മനുഷ്യന്മാർ അന്യായകൊണ്ട് ദഗൽബാജ് ആകൽക്കൊണ്ടു ഇവിടെ മല ಬರಾಂಟಿ ಕೂಡ ಈ ಕುರಿ ಮಲ ಧಾರಾളം വന്നിട്ട് അപ്പം മല ബറകായിട്ടേ ഒരു നിസ്കാരമുണ്ട്. മല സമയം ഇല്ലാണ്ട് ഇങ്ങനെ ആയിട്ട് മല ഇല്ലാണ്ടിട്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട്. മഹാന ഇമാം ഗസാലി ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് അൽ ഗസാലി എന്നാണ് ചെന്ന് മല ഇല്ലാണ്ട് ക്ഷാമ ಬಂತೆങ്കിൽ അപ്പം എന്താക്കണം ആ റായത്തോ ഇമാം മനുഷ്യന്മാരുടെ 3-4 നോമ്പ് പിടിക്കും ചെല്ലണം. സാധ്യತೆകൾ ദാനധർമാക്കും ചെല്ലണം. പിന്നെ അന്യാക്കണതെല്ലാം നിപ്പാട്ട് ചെല്ലണം. തപ്പാക്കണതെല്ലാം തപ്പുകെല്ല ഇസ്തിഗ്ഫാർ അള്ളാഹുട്ട് പൊറുക്കലിനെ തെടവും അങ്ങോട്ട് ചെല്ലണം. അങ്ങനെ 4ാമത്തെ നാൾ എല്ലാവരും വയസ്സന്മാരെ മക്കളെ ജാനുവാരങ്ങളെ എല്ലാം കൂടി ഭയഭക്തി നല്ല വിനയാനന്ദര സിമ്പിൾ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒരു മൈതാനിൽ ചേരിട്ട് ഇപ്പോൾ അവിടെ നിന്ന് നിസ്കരിക്കടോ ആ സ്വലാത്തു ജാമിയ എന്ന് വിളിച്ചിട്ട് അവിടെ നിസ്കാരം തരോ മലക്കായിട്ട് നിസ്കരിക്കണം. മലബറമായിട്ട് അത് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. എല്ലാവരും ചേരിട്ട് പെരുന്നാൾ നിസ്കാരം പോലെ പെരുന്നാൾ നിസ്കാരം പോലെമേ നിസ്കാരം ഒന്നാം നിസ്കരിക്കുമ്പോൾ നീത്താക്കൂടെ മലബറമായിട്ടുള്ള നിസ്കാരം ഞാൻ നിസ്കരിക്കട്ടെ. ഇമാമോട് കൂടി ഒന്നാമത് വജാദ് ഓതിൽ പിന്നെ ഫാത്തിഹ ഓതിട്ട് 7 തക്ബീരിക്കണം. 7 തക്ബീർ തെല്ലിനാരെന്ന് ഒരു ആയത്ത് ഓതിട്ട് കതിർ ലേറ്റാക്കണം. പിന്നെ തക്ബീർ ചൊല്ലും ആവല്ലേ. അങ്ങനെ 7 തക്ബീർ രണ്ടാമത്തെ റക്കാത്തിൽ 5 ഫാത്തിഹ ഓതിൽ ഫാത്തിഹത്ത് 5 തക്ബീറും അങ്ങനെ തക്ബീർ 4 നിസ്കാരം പോലെ അങ്ങനെ നിസ്കരിച്ചിട്ട് നിസ്കരിക്കണം. ഒന്നാമത്തെ റക്കാത്തിൽ തീരുന്നെങ്കിൽ സൂറത്തുൽ ഖാഫ് ബണ്ണിൽ സബ്ബിസ്മ റബ്ബിക്കൽ അഅല. രണ്ടാമത്തതിൽ ഇഖ്തറബ സൂറത്ത് ഓതണം. അത് ബണ്ണിലടിത് ഹല്ലത്താക ഹദീസുൽ ഗാഷിയ
ആ സ്വരത്ത് ഓതിയിട്ട് നിസ്കാരം സാധാരണ എല്ലാം ബാക്കി നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചിട്ട് തീർന്നിട്ട് അള്ളാഹു പിന്നെ ഖുതുബ ഓതുന്നുണ്ട്. ആറ് മിമ്പറിൽ ഖുതുബ ഓതുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിൽ മിമ്പറിൽ ഖുതുബ ഓതുമ്പോൾ സാധാരണ അഞ്ച് മധ്യ എല്ലാ തക്ബീറുണ്ടല്ലേ. ഇതിൽ നിന്നൊരു ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി ഇങ്ങനെ കളി. ഫസ്റ്റ് ഖുതുബത്തിൽ ഒലിമ്പ് വട്ടം, പിന്നെ ഖുതുബത്തിൽ 7 വട്ടം ഇങ്ങനെ ഇസ്തിഗ്ഫാർ. എന്നിട്ട് ഉസ്താദ് ഖുതുബ ഓതിയിട്ട് പിന്നെ മലകായിട്ട് ഉസ്താദ് ദുആർക്കളി. ഇങ്ങനെ ആയെങ്കിൽ മലയില്ലാത്ത പക്കത്തിൽ മല സമയത്ത് എന്താണു ധാരാളം ഉണ്ട്. ഇതെല്ലാം അള്ളാഹിൻ്റെ ചെന്നു മലപരകായിട്ട് പ്രത്യേകമായ നിസ്കാരം. അപ്പോൾ നിസ്കാരം കൊണ്ട് എന്താണ് അള്ളാഹുമായിട്ട് മുനാജാത്തായത് കൊണ്ട്, അള്ളാഹുമായിട്ട് പലക്കവരുന്നത് കൊണ്ടും അവൻ്റെ അബുദന്മാർ അവൻ്റെ ദാസന്മാർ അള്ളാഹു നല്ല സ്പന്ദിസിറ. അതുകൊണ്ട് എന്താവണം ഇവിടെ ധാരാളം മലമുണ്ട്. അതുകൊണ്ട് ഗൊന്തിക്കൊള്ളുന്നത്ര നിസ്കാരമുണ്ടോ മലകായിട്ടുള്ള നിസ്കാരം. നിസ്കരിച്ചില്ല ഗ്രഹണ നിസ്കാരത്തിൽ കേട്ടാറില്ലേ, അത് ഗ്രഹണം പിടിച്ചത് കച്ചിട്ടെങ്കിൽ അതും അങ്ങനെ എല്ലാ നിസ്കാരത്തെ വിഷയം ഇൻഷാല്ലാ ഗൊന്തിക്കൊണ്ടും ഗൊന്തിന്നത് പോലെ പഠിച്ചാൽ നമ്മളെല്ലാം അമൽ ചെയ്യും. നീ അവതാഗ്രാമന് ഒരുപാട് നിസ്കാരത്തെ വിഷയം നമ്മൾ കേട്ട അല്ലാഹ് എല്ലാ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുള്ള ഭാഗ്യം നമ്മൾ നീ പ്രദാനം ചെയ്യ റഹ്മാൻ. നിസ്കാരമല്ല നിന്നിട്ട് നടത്തറോ ആ സ്വലാത്ത് മെഹ്റാജുൽ മോമിനി നിന്നിട്ട് നടത്തുന്ന മെഹ്റാജായിട്ട് കിടന്നുള്ള ബോധം, നിന്നോട്ട് പലക്കവർ നിന്നോട്ട് സംഭാഷണപ്പെടുന്നുള്ള ബോധം നമ്മൾ നീ ഉണ്ടാക്കിയിട്ട് നീനുമായിട്ട് നിക്കട്ടാവുകയുള്ളൂ. നല്ല ഒരു സത്കരിമത്തിൽ ഓരോ സത്കർമ്മ അത് നിസ്കാരമായിട്ട് കിട്ടും. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം ധാരാളം നിസ്കരിക്കും. ഫർ നിസ്കാരം അനുസരിച്ച് ആയുഷ് മൂവന് ഒരു വക്കത്തെ നിസ്കാരം കലാവത്തോടെ ഭയങ്കര ഭാരീ ജാഗ്രത ആക്കുന്ന നീ കൈ ഉണ്ടാക്കുക റഹ്മാൻ. ആറുള്ള നിസ്കാരം കലാവോട് ഫർ നിസ്കാരം അങ്ങനെ നല്ലങ്ങമേ അല്ല. അതുകൊണ്ട് കൈയുടെ പരമാവധി നിസ്കാര കലാവുന്ന ജാഗ്രത ആക്കണം. സുന്നത്ത് നിസ്കാരം ധാരാളം നിസ്കരിക്കണം. അത് നിങ്ങൾ നീ ആ മഹാഭാഗ്യം നമ്മൾ തന്നുകൊണ്ട് ഞങ്ങളെല്ലാം പ്രവർത്തനം നീ സ്വീകരിക്കുക അല്ലാഹ്. ഞങ്ങളെല്ലാം ദോഷത്തെ നീ പരിപൂർണ്ണ മാഫാക്കുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.